ഗുജറാത്തി പോലെ മൂവീസ് മറ്റേ ഇറങ്ങി ഇതുപോലെ ഫസ്റ്റ് ഹാഫ് പോലെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് കണ്ടത്. ക്ലൈമാക്സ് അല്ല ഒരു പ്രോബ്ലം വരുമ്പോൾ അത് ലോജിക്കലായിട്ട് ഡീൽ ചെയ്യുന്നത്, ഇത് വളരെ ഇമോഷണലായിട്ട് കാണിച്ചിരിക്കുന്നത്, അങ്ങനെയല്ല ഡീൽ ചെയ്യുന്നത്. പിന്നെ ഗണപതിയുടെ അഭിനയം ബാലു വർഗീസ് അഭിനയം ശരിയായില്ല. ബാലു വർഗീസ് നല്ലൊരു ആക്ടറാണ്. എടുത്തു വരാണ് അഭിനയം. സൗബിൻ്റെ അഭിനയം നല്ലതാണ്, ബാഷിയുടെ അഭിനയം നല്ലതാണ്, സിനിമാറ്റോഗ്രാഫി നല്ലതാണ്. ഈ 3 പോസിറ്റീവേ പറയാം. ഇല്ലെങ്കിൽ ഒരു ഗുണമില്ല. ഭയങ്കര ഹൈപ്പ് കൊടുത്ത് ഭയങ്കര ഇത് വെച്ചാൽ ആദ്യം ഒന്നും ട്രൂ സ്റ്റോറിയൊക്കെയാണ്. എടുത്തു പറയാൻ 3 പോസിറ്റീവ് വരാം. സിനിമാറ്റോഗ്രാഫി നല്ലതാണ്, സിനിമേഴ്സ് കാണിക്കുന്നത്, ബാഷിയുടെയും സൗബിൻ്റെ അഭിനയം നല്ലതാണ്, ക്ലൈമാക്സ് നല്ലതാണ്. വേറെ ഒന്നും നല്ല പറയാൻ. എൻ്റെ കാശ് പോയെന്ന് പറയാം. ശരിക്കും സംഭവിച്ച ഒരു കഥയാണ്. കുറച്ചൊരു റിയലിസ്റ്റിക് അവർ കാണിക്കാൻ. എടുത്തു പറയാണ് ക്ലൈമാക്സ് മാത്രമേ പറയാനുള്ളൂ. അതും എക്സ്പെക്റ്റഡാണ്, എക്സ്റ്റൻഡറാണ്. ഫസ്റ്റ് ഹാഫിൽ സെക്കൻഡ് ഹാഫിൽ അതിൽ ഭയങ്കര ലാക്കാണ്. ഒരു കോമഡി ഇറക്കിയെങ്കിൽ അത് വർക്കൗട്ടായിട്ട് വലുപ്പമായിട്ടത്. എസ്പെഷ്യലി ബാലു വർഗീസിൻ്റെയും ഗണപതിയുടെ അഭിനയം വളരെ മോശം ഓവർ ആക്ടിങ് ഉണ്ട്. പിന്നെ ബാഷിയുടെ അഭിനയം നല്ലതാണ്, സൗബിൻ്റെ അഭിനയം നല്ലതാണ്. ക്ലൈമാക്സ് കാണാൻ വേണ്ടി മാത്രം നമുക്ക് ഇരിക്കാൻ പറ്റും. എനിക്ക് മനസ്സിലാണല്ലോ ഇത് കുറച്ച് റിയലിസ്റ്റിക് ചെയ്ത് കാണിക്കാൻ. ഈ ഐപ്പ് കൊടുത്ത പ്രശ്നമായിരുന്നു, ഭയങ്കര ഓവർ ഐപ്പ് കൊടുത്തു. ഇത് റിയലിസ്റ്റിക്കും അല്ല, സിനിമാറ്റിക്കും അല്ല. പിന്നെ കൊടൈക്കനാൽ തന്നെ കാണിക്കാനില്ല സിനിമാറ്റോഗ്രാഫി. ഇത് സർവൈവ് ചെയ്യുന്ന പടം സർവൈവിലുണ്ട്, ഒന്നുമില്ല, എല്ലാം സംഭവത്തിൽ പോയി ഇതിലിരുന്നു. ഗംഭീരമായിട്ട് ഇമോഷണലി ടച്ച് ചെയ്യുന്ന സംഭവങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ഒരുകൂടെ ചെറുപ്പക്കാരുടെ ജീവിത യാത്രയിൽ സംഭവിച്ചു പോകുന്ന രസകരമായ സംഭവങ്ങൾ അത് ഇമോഷണലായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. പേടിയ ഡേഞ്ചറായിട്ടുള്ളൊരു സിനിമയാണ്. അത് കഠിനമായിട്ടുള്ളൊരു ഗുഹയിലേക്ക് അകപ്പെട്ടു പോവുകയും തുടർന്ന് രക്ഷാപ്രവർത്തനം കാണിക്കുന്ന മികച്ചൊരു സിനിമയാണ്. നമ്മുടെ ലാൽ ജൂനിയറൊക്കെ മികച്ചായിട്ട് അഭിനയിച്ചു, സൗബിൻ സാഹിറൊക്കെ തകർത്തു. അപ്പോൾ ഇത് ഒരു ബാസി തകർത്തു. ഗംഭീരമാണ്, ഇമോഷണൽ ടച്ച് ചെയ്യാൻ പറ്റുന്നൊരു ഹാർട്ട് ടച്ചിങ് സിനിമയാണ്.